ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ അതിന് ഞാനിവിടെ പാലാത്തൻ എന്ന് പറഞ്ഞൊരു മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിൽ കമൻറ്റിലൂടെ തന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ മേലിങ്ങനെ ഒരു ചെതമ്പലുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ കത്തി വെച്ചിട്ട് കളയണം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ഭാഗത്തുനിന്നും ഞാൻ ആ ചെതമ്പൽ ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അത് ഞാൻ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി അത് നല്ലപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, കഴുകി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ കറുപ്പൊക്കെ ഉണ്ടാകും, അതൊക്കെ കളയണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ നമ്മളെടുത്ത് വെച്ച നാളികേരക്കൂട്ടുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചുവന്ന് മുരിഞ്ഞൊന്നും എടുക്കണ്ട, ഈ നാളികേരത്തിലെ വെള്ളം ഒന്ന് വറ്റിയാൽ മതി കേട്ടോ. നാളികേരത്തിലെ വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളിടുമ്പോൾ തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കണ നമ്മളുടെ കല്ലുണ്ടല്ലോ, അതിലേക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, നമ്മുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള കുടംപുളിയും. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കറിക്ക് ഇത്തിരി കൂടി വെള്ളം വേണമെന്ന്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളുടെ കറി നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ച മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് മൂടി വെക്കരുത്, ഇതുപോലെ മൂടി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മളുടെ കറി നല്ലപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഞാൻ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിന് തന്നെ ഉപ്പും പുളിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പത്തുനിന്ന് കറി മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ ചുമന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പൊട്ട് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മീൻ കിട്ടിയാലും നമുക്കിതുപോലെ തന്നെ കറി ചെയ്യാവുന്നതാണ്.
അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.